84-ൽ രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഒരുപക്ഷെ ഓരോ ദിനവും അനുദിനം ഇങ്ങനെ ഏറി വരികയായിരുന്നു. അതിലൊരു പുതിയ ഏട് ശുഭാംശു എഴുതി ചേർത്തു. ഇനി വരെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കാണ് എത്തിയത്. അവിടെ നിന്നാണ് ഇനി ബാക്കിയുള്ള മെഡിക്കൽ സംഘങ്ങളൊക്കെ നിരീക്ഷണ കേന്ദ്രം അവിടെയാണ്. 7 ദിവസത്തെ മെഡിക്കൽ സംഘത്തിനോടൊപ്പം അവരവിടെ തുടരും. അതിന്റെ ഭാഗമാണ്. പക്ഷേ വളരെ എനർജിയോട് കൂടിയാണ് ഇറങ്ങി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിന് സമാനമായ ഒരു സജ്ജീകരണത്തിലൂടെ ആയിരുന്നു കൊണ്ടുവന്നത്. ഇത് അനായാസം ഇറങ്ങി കൈവീശിയാണ് അവര് വരുന്നത്. അപ്പോൾ ഈ യാത്ര പൂർണ്ണമാകുന്നു. ശുഭാംശുവിന്റെ യാത്ര നമ്മൾ കാത്തിരുന്നതാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ദൗത്യം സമ്പൂർണ്ണ വിജയമായി അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹത്തിന്റെ പ്രതികരണവും ഒക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഇതിലൂടെ നമ്മൾ നോക്കിക്കാണുന്ന വലിയൊരു മിഷൻ നമ്മുടെ ഭാവിയിൽ വരാനുണ്ട്. ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാഹനം. ഇന്ത്യയിൽ തന്നെയുള്ള ബഹിരാകാശ യാത്രികർ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 100-400 കിലോമീറ്റർ ഉയരത്തിൽ ഈ സംഘത്തെ കൊണ്ടുവന്ന് ചെന്ന് എത്തിച്ച് ഒരു 4 ദിവസം ബഹിരാകാശ താമസിക്കുക, തിരികെ പോരുക. ഇതാണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യം. ആദ്യഘട്ടം അല്ലെ, അത് വിജയിച്ചു.